വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയായി നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. സമയം കൂടെ പറയാം. 6 മണി കഴിഞ്ഞ് 36 ആവുന്നുണ്ട്. ഒരുപാടുണ്ട്. അപ്പം നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് എന്ന് നമ്മുടെ PCR എന്ന അരുൺ കുളക്കട പറയുന്നുണ്ട്. അതിനുശേഷം കമന്റ്സിലേക്ക് പോകാം. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവ ഇറങ്ങി തോട്ടം തൊഴിലാളിയായ നാരായണന്റെ വളർത്തുമൃഗങ്ങളെ കൊന്നു. വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധിക്കുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് ഇത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. രാഹുൽ, ഗുഡ് മോർണിംഗ്. അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം പിടികൂടാനിരുന്ന ആ കടുവ തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുമ്പോൾ അത് അവശനിലയിലാണ്, അതിന് കാലിന് പരുക്കുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇന്നലെ പുറത്തുവിട്ടത്. പക്ഷേ അത്ര അവശനല്ല എന്നാണോ കരുതേണ്ടത്? കാരണം വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, ഇതുപോലെ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു. അപ്പം ആള് ആരോഗ്യവാനാണ് എന്നാണോ? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പിടുത്തവും കിട്ടുന്നില്ല കടുവയെ നിന്റെ കാര്യം എന്ന് പറഞ്ഞ പോലെയാണ്. കഴിഞ്ഞ ദിവസം വലിയ അവശതയോടുകൂടി കാല് ഞൊണ്ടി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു ദിവസം 24 മണിക്കൂർ കിടന്ന കടുവ ഇന്ന് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറം മാറിയുള്ള ഗ്രാമ്പിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം മാറിയുള്ള അരണക്കല്ലിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ വന്നൊരു പശുവിനെയും പട്ടിയെയും പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പശു ചത്തു, പട്ടിയും ചത്തു. രാത്രി പുലർച്ചെ 2:30 കൂടിയാണ് ഈ കടുവ ഈ അരണക്കൽ മേഖലയിലേക്ക് എത്തുന്നത്. നാരായണൻ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ പരിസരത്ത് എത്തുകയും ഈ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ആക്രമിക്കുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നാരായണൻ വീടിനകത്ത് ജനലിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ തന്നെയാണ് എന്നുള്ളത് ഇവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ ആശങ്ക ഈ നാട്ടുകാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഈ പ്രദേശത്ത് കൂട് ഉൾപ്പെടെ സ്ഥാപിച്ചേക്കും. മാത്രമല്ല ഈ കടുവയെ മയക്കൂടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവുള്ളതാണ്. അങ്ങനെയെങ്കിൽ വനംവകുപ്പിന് തക്കതായിട്ടുള്ള ഒരു മേഖലയിൽ ഈ കടുവയെ കാണുകയാണെങ്കിൽ എല്ലാ സാഹചര്യം അനുകൂലമാണ് എങ്കിൽ ഇന്ന് മയക്കൂടി വെക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക അതങ്ങനെ കൂടിക്കൂടി വരുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടി വനംവകുപ്പിന്റെ എന്താണ് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. യെസ്, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗ്രാമ്പിയിലെ കടുവ ഇന്നലെ കൂട്ടിലാവേണ്ടതായിരുന്നു. അതിനുള്ള മയക്കുവെടി വെക്കലും ദൗത്യമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷെ അപ്പോഴാണ് വീണ്ടും അത് അക്രമകാരിയായി മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചില കാര്യങ്ങള്, ചില നിഗമനങ്ങൾ ശരിയാകണമെന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഇന്നലെ തീരെ അവശതയായിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു ഞാൻ ഈവനിങ്ങിൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതി. ഇന്നലെ കടുവയെ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ തന്നെ കഴിഞ്ഞില്ല എന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് ദൂരം കടുവ പോയി കഴിഞ്ഞു. അതിന്നറിയാം അത്ര പരുക്കുണ്ടെങ്കിലും ശാരീരികമായിട്ട് അതിന് വലിയ കുഴപ്പങ്ങളുണ്ട്. അതെ, കരുത്തുണ്ടെന്നാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് നമ്മൾ അല്പം ഒന്ന് നമ്മൾ ആശങ്കയിലാഴ്ത്തിയ നമ്മളെ ദുഃഖിപ്പിച്ച വാർത്തയാണ്. ഇപ്പോഴും ആ ആശങ്ക മാറിയിട്ടില്ല. പറഞ്ഞു വരുന്നത് കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ മധ്യവയസ്കന്റെ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും എന്ന വാർത്ത വരുന്നു. കോവൂർ സ്വദേശി ശശി ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഓടയിലേക്ക് അബദ്ധത്തിൽ വീണുപോയത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുലർച്ചെ 1:30 വരെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥില, വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്ത് പറ്റി കാണും എന്നുള്ളത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ തിരച്ചിൽ തുടങ്ങിയോ? ആക്ച്വലി സ്മിത, പ്രജിൻ, 7 മണിയോടെ തിരച്ചിൽ ആരംഭിക്കും. ഇന്ന് പുലർച്ചെ 1 മണിയോടെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഒരു തിരച്ചിൽ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടെയായിരുന്നു ഈ ശശി ഇരുന്നത്. പിന്നീട് ഈ തൊട്ടു താഴെയുള്ള ഓടയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ എന്നത് കോഴിക്കോട് രാത്രിയിൽ നല്ല മഴയുണ്ട്, നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓട നിറഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ റോഡിൻ്റെ അതേ ലെവലിൽ വെള്ളം ഈ ഓടയിൽ ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഉടൻ തന്നെ ഓടയിലേക്ക് വീണു. പെട്ടെന്ന് ആ നാട്ടുകാർ ഈ ഓടയിൽ ഇറങ്ങി പരിശോധന തുടങ്ങി. പക്ഷേ കണ്ടെത്താനായില്ല. പല ഭാഗങ്ങളിലായി 3 കിലോമീറ്റർ ദൂരത്തിൽ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന്. ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എത്ര ദൂരം നിങ്ങൾ പരിശോധന നടത്തി? ഇവിടുന്ന് പാലായി വരെ നടത്തിയിട്ട് ഓവിലിറങ്ങിയിട്ട് വന്നു. ആ സമയത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ല, വെള്ളം വലിഞ്ഞേരാണ് ഇറങ്ങി. ആ സമയത്ത് ആരിറങ്ങിക്കാന്ന് വെച്ചാൽ ഫുള്ള് വെള്ളമാണ്. കൊടുത്തത് നല്ല മഴയായിരുന്നു, ശക്തമായ മഴയാണ്. ആ മഴയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്താ ശരിക്കും സംഭവിച്ച ഇന്നലെ? പുള്ളിക്കാരെ ഇവിടെ വന്ന് ഇരുന്നതാ മഴയായിട്ട്. നേരെ ബാക്കോട്ട് മാളി ബാക്കോട്ട് വീണു. വീടതാക്കാണ് വീട്. പല ടീമായിട്ട് 3 ഭാഗങ്ങളിലായിട്ട് എങ്ങനെയായിരുന്നു ഇന്നലെ ഒരു രക്ഷാപ്രവർത്തനം? എല്ലാവരുടെ കൂട്ടായ്മ, ഒറ്റ കൂട്ടായ്മയിൽ ഈ ഒരൊറ്റ ട്രെയിനേജേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇതിൽ തന്നെ. ഫയർഫോഴ്സൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങളൊരു ട്രിപ്പ് ആദ്യം പല വരെ പോയിക്കുന്നത്. പക്ഷെ അന്നേരം ഇറങ്ങാൻ കഴിയില്ല, അമ്മാതിരി വെള്ളം. ഇറങ്ങുന്ന ആളും മിസ്സാവും. ഞങ്ങൾ വലിയ വലിയ കമ്പ് ഇതൊക്കെ എടുത്തിട്ട്
ഒക്കെ ട്രെയിനിൽ അവിടെ കുത്തി നോക്കുന്നത്. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് സ്ലാബൊക്കെ ഇളക്കി അതിന് ഗ്യാപ്പ് കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് നിന്നു. എവിടെയും കിട്ടിയില്ല. എങ്ങോട്ടാണ് ഈ ഓട എത്തുന്നത്? എങ്ങോട്ടാ? ഇവിടെ പുഴ ഏതാ? മാമ്പഴക്ക് അവിടേക്ക് എത്തും. ഹൈലൈറ്റിൻ്റെ അവിടെ എത്തും. ഹൈലൈറ്റിൻ്റെ അവിടെ നിന്ന് മാമ്പഴയ്ക്ക് ചേരും. അതുവരെ ഈ ഇതേമാതിരി ഒരു ഡ്രൈനേജാണ്. ഇന്നലെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴയാണ്, നല്ല ഒഴുക്കുണ്ടാവും. സാധാരണ മഴ പെയ്താൽ നല്ല ഒഴുക്കവിടെ. അപ്പോൾ ചിലപ്പോൾ ഈ റൂട്ടിൽ ഒക്കെ വെള്ളം ഒഴുകും. പ്രജിൻ, ഇതാണ് ഇന്നലെ ആ ഒരു സമയം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ള ഇവിടുത്തെ പ്രദേശവാസികളാണ്, നാട്ടുകാരാണ്. അവരുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. നമ്മൾ ഈ കാണാം, ഈ ഓട ഇന്നലെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആ ഓടയിലൂടെ ഈ ഓടയിലാണ് വീണത്. എത്ര ദൂരം ഒഴുകിപ്പോയിട്ടുണ്ടാകും അത്തരം കാര്യങ്ങളെന്ന് അറിയാം. ഇന്നലെ എന്ത് തന്നെയായാലും 3 കിലോമീറ്ററോളം ദൂരത്തിൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഇവർ പറയുന്നതാണെങ്കിൽ ആദ്യം ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് ഈ വീഴുന്നത് കണ്ട് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള സ്ഥലമാണെന്നറിയാം. ഈ എവിടെയാണ് ഈ ഓട വരുന്നത്? ഇത്രമാത്രം ഒഴുക്കുള്ള ഓട ആ മേഖല എവിടെയാണിത്? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോട്ടാണിത്. അതിന് തൊട്ടടുത്ത സമീപത്തേക്ക് ഒരു കട്ട് റോഡുണ്ട്, കോവൂർ ഭാഗത്തേക്ക്. അതായത് MLA റോഡെന്ന് പറയും. ആ ഒരു MLA റോഡിലുള്ള ഒരു സമീപത്തെ ഒരു ഓടയാണിത്. ഈ ഓടയിലാണ് ഇന്നലെ ശശി വീണത്. 58 വയസ്സുണ്ട്. ഇന്നലെ ആ സമയം മുതൽ തന്നെ എല്ലാവരും പരിശോധന നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഇന്നലെ നഗരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഈ കോവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓടയിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞ് ശക്തമായി ഒഴുകി. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഈ ഓടയിൽ വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്. എന്നാൽ ഇന്നലെ ഇതായിരുന്നില്ല സ്ഥിതി. ഈ റോഡിനോട് ചേർന്ന് തന്നെ വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് 8-ന്റെയും 9-ന്റെയും ഇടയിലാണ് ഇയാൾ ഈ ഒരു ഓടയിൽ വീഴുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഈ ഓടയിൽ ആ സമയത്ത്, അതായത് മഴ ശക്തമായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു, ആ സമയത്ത് നാട്ടുകാർക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പാലാഴി വരെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത് പുഴയുണ്ട്. ഇനിയിപ്പോൾ 7 മണിക്കായിരിക്കും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ആരംഭിക്കുക. കാരണം ഇന്ന് പുലർച്ചെ 1 മണിവരെ അവർ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രജിൻ, സ്മിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ 6:44 ആയിരിക്കുന്നു. 7 മണിയോടെ, കൃത്യം 7 മണിയോടെ തെരച്ചിൽ പുനരാരംഭിക്കും. അദ്ദേഹത്തെ ജീവനോടെ കിട്ടട്ടെ, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. വലിയ സങ്കടമാണ് അല്ലെ, ഓടയിലൊക്കെ പോയിട്ട് എവിടെ എത്തിയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കാമേടഞ്ചാൻ തോട്ടിൽ ഉണ്ടായ സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി അനുരാജ് കഞ്ചാവ് വാങ്ങാൻ ഗൂഗിൾ പേ വഴി 16,000 രൂപ കൈമാറി എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്ന് പോലീസ്. കാണാതായ 2 കിലോ കഞ്ചാവിന് വേണ്ടി തിരച്ചിൽ തുടരും. ഇതര സംസ്ഥാന തൊഴിലാളിക്കായും അന്വേഷണം ഊർജിതം. ആലുവയിൽ താമസിക്കുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിതിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഗൂഗിൾ പേ വഴി 16,000 രൂപ കൈമാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അനുരാജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വരുന്നത്. ഒപ്പം തന്നെ ഈ ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി അത് നടക്കില്ല അയാളെ പിടിക്കുക എന്നുള്ളത്, അല്ലേ? സ്മിത, പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും കളമശ്ശേരി പോളിടെക്നിക് കോളേജ് അത് ഒരു ലഹരി വിതരണ കേന്ദ്രമാണെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് ശരിവെക്കുന്ന മൊഴിയാണ് എന്തായാലും ഇപ്പോൾ പ്രതികളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇത്തരത്തിൽ ലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നാണ് അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല അനുരാജിനെ ആഷിഖ് വഴി അനുരാജ് വഴി പിന്നീട് ഹോസ്റ്റലിലേക്ക് ഈ ലഹരി വിതരണം ചെയ്യുകയായിരുന്നു, കഞ്ചാവ് വിതരണം ചെയ്യുകയായിരുന്നു. അനുരാജ് ഷാലിക്കിനും ആഷിഖിനും ഏതാണ്ട് 16,000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് പണം നേരിട്ടാണ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ പരിചയമുള്ള ആളായതിനാൽ കടമായും ഇത്തരത്തിൽ കഞ്ചാവ് നൽകിയിട്ടുണ്ടെന്നാണ് ഷാലിക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതുപ്രകാരമാണ് പിന്നീട് ഹോസ്റ്റലിലെത്തിച്ച് പിന്നീട് കഞ്ചാവ് വിതരണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ, ഈ 4 പേര് മാത്രമല്ല ഈ കേസിൽ കൂടുതൽ പേരിൽ പണമിടപാട് നടന്നിട്ടുണ്ടെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാലിക്കിനും ആഷിഖിനും ഇതര സംസ്ഥാന തൊഴിലാളി വഴിയാണ് ഈ കഞ്ചാവ് ലഭിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്തായാലും ചില ആളുകളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴുണ്ട്. ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എന്തായാലും പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ചില ആളുകളെ ഒരു നിരീക്ഷണത്തിലാണെന്നാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും വൈകാതെ ഈ കേസിലെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്ന ഒരു വിവരം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ കേസിൽ ആദ്യം അറസ്റ്റിലായത് ആകാശാണ്. അതിനുശേഷമാണ് പിന്നീട് ഷാലിക്കും ആഷിഖും, ഈ ക്യാമ്പസിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഷാലിക്കും ആഷിഖും അറസ്റ്റിലാവുന്നത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അനുരാജിന്റെ പങ്കുകൂടി വ്യക്തമാവുന്നത്. എന്തായാലും പോളിടെക്നിക്
പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് അനുരാജാണ് ഈ പണമിടപാട് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഒരു വിവരം തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കഞ്ചാവ് ഇവിടെ ക്യാമ്പസിലെത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല 2 കിലോ കൂടുതൽ കഞ്ചാവ് ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് എങ്ങോട്ടേക്ക് പോയി, കാണാതായ കഞ്ചാവ് എങ്ങോട്ടേക്ക് പോയി എന്ന അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. സ്മിത. ശരി, നിതിനാംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ ഹോസ്റ്റൽ ഒരു ലഹരി വിപണന കേന്ദ്രമായി പ്രവർത്തിക്കുകയായിരുന്നു. അത് ആ ക്യാമ്പസിലേക്ക് മാത്രമല്ല, ക്യാമ്പസിന് പുറത്തേക്ക്, അതായത് ഈ പറയുന്ന കളമശ്ശേരി ചുറ്റുവട്ടത്തുമുള്ള പല എറണാകുളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഈ ഹോസ്റ്റലിൽ നിന്നുള്ള ആൾക്കാരാണ്, കുട്ടികളാണെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമാണെന്നുള്ള വിഷയമാണ്. എല്ലാവരും പിടിയിലാവണം. ഇതിന് പിന്നിലുള്ള കണ്ണികൾ എന്താണ്, ആരാണെന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരേണ്ടതാണ്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതുവരെ ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു വിപണന കേന്ദ്രമായി മാറുമ്പോഴാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത നമുക്ക് ഇനി കൊടുക്കാനുണ്ട് പ്രേക്ഷകരിലേക്ക്. അത് വയനാട് നിന്നുമാണ്. വയനാട് വെള്ളമുണ്ടയിൽ ലഹരിക്കെതിരെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു യുവാക്കൾ. ആറുവാൾ മെക്കാബി ക്ലബ് അംഗങ്ങളാണ് ലഹരി മാഫിയക്കെതിരെ താക്കീതുമായി ബോർഡ് സ്ഥാപിച്ചത്. വെറും ബോർഡല്ല, താക്കീത് ബോർഡാണ്, മുന്നറിയിപ്പാണ്. ലഹരി വ്യാപനം തടയാൻ ഓരോ നാട്ടിലും യുവാക്കൾ ഒന്നിച്ചിറങ്ങുകയാണ്. ലഹരി മാഫിയയ്ക്കെതിരെ കൃത്യമായ താക്കീതുമായാണ് ആറുവാളിൽ മെക്കാബി ക്ലബ്ബ് ബോർഡ് സ്ഥാപിച്ചത്. നാടിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് വാങ്ങുവാനോ വിൽക്കുവാനോ ഉപയോഗിക്കുവാനോ പാടില്ല. നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഇടപെടുമെന്നും ബോർഡിലൂടെ യുവജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. സംശയാസ്പദമായ രീതിയിൽ കാണുന്നവരെ നിരീക്ഷിക്കും. നമുക്ക് അടുത്ത റിപ്പോർട്ടിലൂടെ പോകണം. വയനാട് നിന്ന് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് നമുക്കൊരു റിപ്പോർട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളിങ്ങനെ വഴിയിൽ നടന്നു വരുമ്പോ കളർ. അതെ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലും നിറയെ ചെടികളും അതെ, പ്രജന ഇവിടെ താമസിച്ചിരുന്നോണ്ടാണ് അല്ലെ? ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. നമ്മുടെ പ്രിയപ്പെട്ട ലീലാവതി ടീച്ചറിന്റെ വീടിന് മുന്നിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 36ാം ദിവസത്തിലാണ്. അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? മാത്രമല്ല ഇന്ന് 17ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ അതെന്താണ് അതിന്റെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ നമുക്ക് നോക്കണം അല്ലെ? അതെ, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ഇന്ന്. അപ്പോ സുജിത് സുരേന്ദ്രനോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയായിരിക്കും. സുജിത്, ഗുഡ് മോർണിംഗ്. സുജിത്, ഇന്നിപ്പോ വലിയ ഉപരോധത്തിലേക്ക് അവർ കടക്കുകയാണ്. 36 ദിവസമായിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് പ്രതിഷേധം കനക്കും. ഏത് രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സാധ്യത? കൂടുതൽ വിവരങ്ങൾ പറയും. പ്രജിൻ, സ്മിത, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ ആരംഭിച്ചിട്ടുള്ള ഫെബ്രുവരി 10 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച സമരമാണ് ഇന്ന് 36ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അവർ സമരത്തിന്റെ മുഖമൊന്ന് മാറ്റുകയാണ്, കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. സമരം ഇന്ന് ഉപരോധത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരിന്ന് ഉപരോധ സമരം, സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപരോധ സമരത്തിലേക്ക് കടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ സമരത്തെ ഏത് രീതിയിലാകും ഇനി സർക്കാർ കൈകാര്യം ചെയ്യുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് ഈ ഉപരോധ സമരത്തിലേക്ക് 7000-ത്തിലധികം ആളുകളെ, ആശാ വർക്കേഴ്സിനെ പങ്കെടുപ്പിക്കുമെന്നാണ് സമരക്കാർ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാരാകും സമരത്തിനെത്തുക. അതേസമയം തന്നെ ഇന്ന് ഉപരോധ സമരം നടക്കുന്ന ഇതേ ദിവസം തന്നെയാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. സർക്കാർ പരിശീലനം ഒരുക്കിയിരിക്കുന്ന ഈ പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്.
അതായത് ഇവരുടെ ഹാജർ നില അടക്കം കൃത്യമായി അറിയിക്കണമെന്ന് പ്രോഗ്രാം മാനേജർമാർ വഴി ആശാവർക്കർമാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവ സംബന്ധിച്ചുള്ള ഒരു പരിശീലനമാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ള ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നും ഇന്നലെ തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കില്ല, പൂർണ്ണമായും പങ്കെടുക്കില്ല എന്ന് അറിയിച്ച് ഇന്നത്തെ ഉപരോധ സമരം വിജയിപ്പിക്കുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമരം വരുമ്പോൾ, ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ, ഉപരോധ സമരത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ സർക്കാർ ഏത് തലത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പ്രജിൻ, സ്മിത. അപ്പോൾ ഈ തൃക്കാക്കര നമ്മളിപ്പോൾ ഉള്ളത് കുസാറ്റ് പൈപ്പ് ലൈൻ റോഡിലാണ്. അതിലൂടെയാണ് നമ്മുടെ നടത്തം. നമുക്ക് രാഹുൽ വിജയനിലേക്ക് ഒന്ന് പോകണം. അവിടുത്തെ ഗ്രാമ്പിയിലെ കടുവയുടെ കാര്യം എന്താണെന്ന് ചോദിക്കണം. ആ സ്ഥലത്ത് ഇപ്പോൾ രാഹുൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ കടുവ ആക്രമിച്ച ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, വളർത്തുമൃഗങ്ങൾ ആക്രമിച്ച സ്ഥലത്താണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അവരെന്താണ് പറയുന്നത്? ആരെങ്കിലും കടുവയെ കണ്ടിട്ടുണ്ടോ അവിടെ? ആരെങ്കിലും കടുവയെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, കടുവ ഈ കാണുന്ന ഈ പ്രദേശത്ത് ഇപ്പോഴുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ രണ്ടാമത്തെ വീട്ടിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. നാരായണന്റെ വീട് അതാണ്. അവിടെയാണ് പശുവിനെ കടുവ ആക്രമിച്ചത്. അതിനോട് തൊട്ട് ചേർന്നുള്ള വേലിയുടെ മറവിൽ കടുവയുണ്ട്. വനംവകുപ്പിന്റെ സംഘം ഇവിടെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ കടുവ പിടിച്ച ആ പശുവിനെ വീണ്ടും ഭക്ഷിക്കാനായി കടുവ അവിടെ തന്നെ ഉണ്ട്. അതങ്ങനെ ഭക്ഷിച്ചില്ലെങ്കിൽ വലിയ അക്രമത്തിലേക്ക് കടുവ മാറും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടുകാരൊക്കെ കടുവയെ കാണുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ കടുവയെ കണ്ട ആളാണോ? நாங்கள் புதுவையிலேருந்து வரும்போது எப்பவும் இங்கேயே சுற்றிக்கிட்டு இருக்கோம். சுத்தமாக ஆள் யாருமே கூடுதல் போவதில்லை. இந்த கொக்கை பக்கம் இருக்கிறதுனால இந்த ஏரியா ஃபுல்லாக காடாகி போயிடுச்சு. இப்போ காடாக போகும்போது ஆள் யாருமே போகிறதுக்கு விருப்பம் இல்லை, பயப்படுறாங்க. அதனால் கம்பெனி எப்படி தீர்மானித்து பார்த்து அதை நல்லபடியாக அதை முடிச்சு விடுறோம். കടുവ ഇവിടെ ഇപ്പം നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ இந்த போஸ்ட்டு உண்டுல்ல, அந்த போஸ்ட்டு வரும்போது 2 ஒன்றும் போயிடணும். நாய் போனவொன்னு மேலே போனவொன்னு பார்த்தோன்னு போயிடுச்சு. போனவொன்னு 2 நாள் ஃபாரஸ்ட் மாதிரி ஒன்று அவன் கூட போய் நான் காப்பி குடிக்க போய். എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ കടുവ ഈ മേഖലയിലേക്ക് വരുന്നത്. ഏകദേശം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ മാറിയാണ് ഈ സ്ഥലം ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പുലർച്ചെ 1:30 വരുന്നു. അവിടെ ആദ്യം നാരായണന്റെ വീട്ടിലെ പശുവിനെ ആക്രമിക്കുന്നു, അടിച്ചിടുന്നു. അതിനുശേഷം പിന്നീടാണ് അതിന് തൊട്ട് ചേർന്നുള്ള നായയെ കൂടി പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ സ്ഥലത്ത് തന്നെ ഈ കടുവയുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇവിടെ തൊട്ട് ചേർന്നൊക്കെ ഈ ചെറിയ കുട്ടികളൊക്കെയുള്ള ആ വീടാണ്. അവരൊക്കെ ഈ ചെറിയ ലയങ്ങളാണ്, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ലയങ്ങളാണ്. അവരിവിടെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അവരിങ്ങനെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആളുകൾക്ക് കൃത്യമായ ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ കടുവയെ കണ്ടതാണ്. ഇവരെല്ലാവരും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇവിടെ ആവശ്യമില്ലാതെ പോകരുത്, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അനാവശ്യമായിട്ട് അങ്ങോട്ട് പോകരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സാറേ, ഈ കടുവ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്. ഈ ആളുകൾക്ക് എങ്ങനെ നിയന്ത്രണം പറഞ്ഞേക്കുന്നത്? അപ്പുറത്ത് എല്ലാവരും സ്ഥലത്ത് ആളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ എങ്ങനെ സാറേ? നമ്മളത് നിയന്ത്രണം അതേ ഉള്ളൂ. ഈ റോഡായതുകൊണ്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. ഈ കടുവ ഇവിടെ ഇറങ്ങിയ കാര്യം കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി തോട്ടം തൊഴിലാളികളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വരുന്ന വഴിക്ക് തിരിച്ചു വിടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല നിലവിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ കടുവ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ആ കടുവ അവിടെ നിന്ന് മാറണമെങ്കിൽ അടിച്ചിട്ടിരിക്കുന്ന പശു, അങ്ങനെയാണ് സാധാരണ പറയാറ്, അടിച്ചിട്ടിരിക്കുന്ന പശുവിനെ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ ആ കടുവ ഇവിടുന്ന് മാറുകയുള്ളൂ. ഇനി എന്തായാലും ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. സാഹചര്യമൊക്കെ ഒത്തുവരികയാണെങ്കിൽ മയക്കുവെടി അല്ലെങ്കിൽ കടുവയെ നിരീക്ഷിച്ച ശേഷം ഇവിടെ കൂടുൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള നടപടിയായിരിക്കും പോവുക. ആളുകൾക്ക് വലിയ ആശങ്കയും ബുദ്ധിമുട്ടും പേടിയുമുണ്ട്. നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനോട് ഏകദേശം 100 മീറ്റർ അകലെ മാത്രമാണ് കടുവ. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിൽ അവർ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണത്തിലാണ് നമ്മളും ഇപ്പോൾ നിൽക്കുന്നത്. പ്രജിൻ, സ്മിത. യെസ് രാഹുൽ, അത് ഇപ്പൊ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഈ ദൗത്യ സംഘത്തിന്റെ നടപടികൾ, ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നീക്കം, പിന്നീട് അത് പറ്റാതെ പോകുന്നു. അതിന് കാരണമായി പറഞ്ഞത് കാലാവസ്ഥ ഓക്കെയല്ല, അവിടെ ഈ പറയുന്നത് പോലെ കോട ഇറങ്ങുന്നു, അതുകൊണ്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വെടിവെക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവമാവുന്നു. കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയാണ്. അപ്പൊ ഇനി എന്തായിരിക്കും ഇതിൽ അധികൃതരുടെ ഭാഗത്തുള്ള ഇടപെടൽ? എന്ത് രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇനി പ്ലാൻ ചെയ്യുക?
അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ തന്നെ ആളുകൾ ഈ ഗ്രാമ്പി മേഖലയിൽ പ്രതിഷേധിച്ചതാണ്. അവർ കൃത്യമായും പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം അതായത് മിനിങ്ങാന്ന് വൈകിട്ട് 6:30-ക്കുള്ളിൽ ഈ കടുവയെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കടുവ എവിടെയാണെന്ന് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കടുവയെ പിടിക്കാൻ മനഃപൂർവ്വം വനംവകുപ്പ് ശ്രമം നടത്തിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപം നാട്ടുകാർ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ പറയുന്നില്ല. ഇവരുടെ അധ്വാനത്തെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെയും നമ്മൾ കുറച്ച് കാണുകയുമില്ല. അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെന്ന് ഈ ആനയൊക്കെ പിടിക്കുന്ന പോലെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാലും അതങ്ങനെ ഇത്ര ദൂരം പോകുന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് എന്തോരം ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഈ വനംവകുപ്പിൻ്റെ എല്ലാ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. നാട്ടുകാർ ഈ പ്രതിഷേധം നടത്തുമ്പോഴും അല്ലെങ്കിൽ പ്രതിഷേധം പറയുമ്പോഴും ഇവർ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അനുഭവിച്ച് തന്നെയാണ് ഈ കടുവയെ ഈ ജനവാസ മേഖലയിൽ നിരീക്ഷിക്കുന്നതും അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിലനിർത്തുകയും ചെയ്യുന്നത്. അത്തരം സാഹചര്യം അടിയന്തരമായി ഒഴിവാക്കണം. എന്തായാലും ഈ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഈ കൂടെങ്കിൽ കൂട് അല്ലെങ്കിൽ മയക്കുവെടിയെങ്കിൽ മയക്കുവെടി, എങ്ങനെയാണെങ്കിലും കടുവയെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിന്റെ മുമ്പിൽ നിലവിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അടിയന്തരമായി അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളതായിരിക്കും നിലവിൽ ചെയ്യുക. എന്തായാലും ഈ ജനവാസ മേഖലയാണ്. തോട്ടം തൊഴിലാളികളൊക്കെ ജോലിക്കായി ഈ തോട്ടത്തിലേക്ക് എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരണക്കൽ എസ്റ്റേറ്റാണ്, AVTയുടെ അധീനതയിലുള്ള അരണക്കൽ എസ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തോട്ടം തൊഴിലാളികൾ ഒരുപാടുണ്ട്. ഇവർ ഈ കടുവ ഈ മേഖലയിൽ എത്തിയ വിവരം പലരും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്കായി പോവുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഈ ദൗത്യ സംഘം ഇവിടെ എത്തി കടുവയെ ഒന്നെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിരീക്ഷിച്ച് നോക്കുക, അതിനുശേഷം മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ച് പിടികൂടുക എന്നുള്ളതാണ് നിലവിൽ സാധ്യമായ കാര്യം. ഇല്ലായെങ്കിൽ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാകും. കാരണം ഈ കാലിന് അവശമായിട്ടുള്ള അല്ലെങ്കിൽ കാലിന് പരിക്കേറ്റ അവശ നിലയിലാണ് കടുവ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കാലിന് അത്ര വലിയ അവശതയൊന്നുമില്ല, കടുവയ്ക്ക് അത്ര വലിയ അവശതയൊന്നുമില്ല എന്ന് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ്. കാരണം ഇന്നലെ ഉണ്ടായിരുന്ന ഗ്രാമ്പിയിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഗ്രാമ്പിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുറ്റി റോഡ് മാർഗം നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ. ഇനി ഇത് വന്ന വഴിയാണെങ്കിൽ അത് പിന്നീടും കുറയാനുള്ള സാധ്യതയുണ്ട്. അത്രയും ദൂരം ഇത് സഞ്ചരിച്ചാണ് ഈ അരണക്കൽ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനത്ര അവശത എന്ന് പറയാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ഈ ഒരു പശുവിനെയൊക്കെ അടിക്കാനുള്ള ഒരു ആരോഗ്യമുണ്ട് കടുവയ്ക്കെങ്കിൽ അത് ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ വനംവകുപ്പിനെയും പ്രതിസന്ധിയിലാക്കും, ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കടുവയുടെ ആരോഗ്യസ്ഥിതി അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. നിലവിൽ ഈ വീടിനോട് ചേർന്ന് തന്നെ ഈ പശുവിനെ അടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് 50 മീറ്റർ ചുറ്റളവിൽ ഈ കടുവ നിലവിലുണ്ട്. വനംവകുപ്പ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, ആളുകൾ ഈ പ്രദേശത്തേക്ക് കടന്നു പോകാതെയുള്ള നിയന്ത്രണമാണ് പ്രദേശത്ത്. ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിറയെ തോട്ടം തൊഴിലാളികൾ ഉള്ള എസ്റ്റേറ്റാണ്. വളരെ അടിയന്തരമായി തന്നെ ഇതിൽ പരിഹാരം ഇന്ന് ഉണ്ടാകണം. യെസ്, കുറെ പേര് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണിൽ കണ്ട ഒരുപാട് മെസ്സേജുകൾ നേരത്തെ അങ്ങ് മുന്നോട്ട് പോയി. അതിൽ കണ്ട 3 പേരുടെ ബർത്ത്ഡേസ് നമുക്ക് വിഷ് ചെയ്യാം. ഇന്ന് സന്ധ്യ ബിജുവിന്റെയും ഫെബിൻ ബിജോയുടെയും ലിനോ ജോണിന്റെ ഒക്കെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഓരോ കാലുകളായിട്ട് ഇങ്ങനെ വരുന്നു. ആദ്യം ലിനോ ജോണിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. മറ്റൊരാൾ നേരത്തെ പറഞ്ഞു സന്ധ്യ ബിജു ആണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ് സന്ധ്യ ബിജു. സന്ധ്യ ബിജു, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ സന്ധ്യ. ഇനി നമുക്ക് അടുത്ത ആള് ഫെബിൻ ബിജോയ് ആണ്. ഫെബിൻ ബിജോയുടെ പിറന്നാളാണെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പം ഫെബിൻ ബിജോയ്ക്കും എല്ലാവിധ പിറന്നാൾ ആശംസകളും ജന്മദിനാശംസകൾ ഫെബിൻ. അപ്പൊ ഒരു വർഷം എല്ലാവർക്കും, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും അടുത്ത വർഷം ഒരു വർഷം ഗംഭീരമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. പ്രജിൻ, ഇന്നിപ്പോ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റിയില്ല. തുടർച്ചയായി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ കമന്റുകൾ വായിക്കാം. അതെ, കമൽ അരിമ്പ്ര കടുവ സ്പെഷ്യലിസ്റ്റ് അവതരണം സൂപ്പർ, രാഹുലിനോടാണ്. സ്മിതയുടെ മുഖത്ത് എപ്പോഴും സുസ്മിതം കാണാമെന്ന് അബ്രഹാം തോമസ് പറയുന്നു. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ എല്ലാ ദിവസവും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഈ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. അത് കുറച്ചൊരു പകർച്ചവ്യാധി പോലെയാണ്. നമ്മൾ അങ്ങോട്ടൊരു ചിരി കൊടുത്താൽ തിരിച്ചിങ്ങോട്ടും ചിരി കിട്ടും. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. നമ്മുടെ ചിരി കൊടുക്കുകയാണ് നമ്മുടെ ഓഫീസിലെ. അപ്പൊ നവാസ് PM മറ്റൊരു കാര്യം പറയുന്നത്, മോർണിംഗ് വാക്കിന് ഏരിയ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഞങ്ങളുടെ നാട്ടിലേക്ക് വാ, ആലുവ കുന്നത്തേരി എന്ന് പറയുന്നത് നമുക്ക് വരാം, ആ ഭാഗത്തേക്ക് വരാം, കുഴപ്പമില്ല. അതെ. അപ്പൊ നമ്മളൊരു ദിവസം നോക്കിയിട്ട് വരാം. പിന്നെ നിഷാദ് മുത്തു പറയുന്നു, പ്രജിൻ സ്മിത ക്രിസ്റ്റീന മുങ്ങിയോ? ഇന്നലെ കണ്ടില്ലേ ക്രിസ്റ്റീനയും പ്രവിതയും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പൊ പിന്നെ നമ്മുടെ സാദി ഷാഫി പറയുന്നു കമന്റ് ഇട്ട് മടുത്തു. യെസ്, അപ്പോ മോർണിംഗ് വാക്ക് ഇവിടെ പൂർത്തിയാവുകയാണ്.